ഉറപ്പായും 2 കിട്ടും. എനിക്കിട്ടും എൻ്റെ മോനിട്ടും. ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 2 കിട്ടും എന്ന് ബല്ലാണ്ട് ഉറപ്പിച്ച് പറയുകയാണ് പൂഞ്ഞാർ കേശവൻ എന്ന PC ജോർജ്. അത് ആർക്കൊക്കെയാണെന്ന് PC-ക്ക് യാതൊരു സംശയവുമില്ല. എനിക്കിട്ടും എൻ്റെ മോനിട്ടും കിട്ടും എന്നാണ്. PC എന്ന പൂഞ്ഞാർ കേശവൻ നമ്മൾ കണ്ട ആ പഴയ പൂഞ്ഞാറ്റിലെ കേശവനല്ല. തേപ്പുകളേറ്റ് വാങ്ങി ഏതാണ്ട് ഒരു പദം വന്നു PC-ക്ക്. ഇനി വായിൽ വരുന്നത് പഴയതുപോലെ എടുത്ത് കമട്ടിയാൽ ശൂലം കയറുമെന്നും വേറൊരു പോക്കടവുമില്ലെന്നും PC നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിനുള്ള തെളിവാണ് PC-യുടെ ഇനി കാണാൻ പോകുന്ന പക്വത വന്നതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് അവലോകനം. പത്തനംതിട്ടയിൽ സീറ്റ് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഗോമൂത്രം കുടിക്കുവാൻ വയറുമുളക്കിപ്പോയ PC-യുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കഴിഞ്ഞുള്ള ആ മൂഞ്ചി കണ്ട് KJP സഹോദരങ്ങൾ ഉള്ളിയേരി സുരുവും സിംപ്ലം മുരളിയും കെട്ടിപ്പിടിച്ച് തള്ളി ചിരിച്ചു എന്നാണ് കരക്കമ്പി. ഏതാണ്ട് ഇതുമാതിരിയുള്ള ഒരു സീസ ചിരി. BJP പ്രവേശന സമയത്ത് തോളിൽ കാവിഷാൾ അണിയിച്ചപ്പോൾ ഒരു സ്ഖലനസുഖം ഫീൽ ചെയ്തു എന്നാണ് PC ചക്കരപ്പണിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞത്. ആ ഫീലിൽ വിജൃംഭിച്ചു നിന്നപ്പോൾ BJP ഓഫീസിന്റെ കക്കൂസ് കഴുകുന്ന പണിയാണെങ്കിൽ പോലും ഞാൻ പട്ടിയെപ്പോലെ നിന്ന് ചെയ്യും എന്ന് ആവശ്യത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ അങ്ങോട്ട് കഴുകുക എന്ന് പറഞ്ഞ് ബ്രഷും എടുത്ത് കയ്യിൽ കൊടുത്തു ഉള്ളിയേരി സുരുവും സിംപിൾ മുരളിയും. കഴുകാതിരിക്കാൻ പറ്റുമോ? പബ്ലിക്കായി നിന്ന് കാച്ചിയതല്ലേ. കഴിഞ്ഞ 1.5 മാസം നന്നായി നിന്ന് ഉരച്ചു കഴുകി പൂഞ്ഞാർ കേശവൻ. പക്ഷേ ഇതുപോലെ തേച്ച് ചുവരിൽ ചേർത്ത് ഒട്ടിക്കുമെന്ന് അപ്പനും മോനും സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല. മോനും ഒരു ചെറിയ കുഴൽനാടനാകുവാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനിടയിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു പുല്ലും നടക്കാഞ്ഞപ്പോൾ ഈ കളി ഒരുമാതിരി പൂഞ്ഞാറ്റിലെ കളിയായി പോയല്ലോ അപ്പ എന്ന് പറഞ്ഞ് മകനും ആ കളി മതിയാക്കി. അടുത്ത ചുമരിൽ തൂക്കേണ്ട ചിത്രമായ അന്തപ്പൻ്റെ മന്തപ്പനെ പത്തനംതിട്ടയിൽ കുരുതി കൊടുക്കാൻ പോകുന്നു. തന്നെയും മകനെയും ബേഷ തേച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ PC ശരിക്കും തൻ്റെ ഇനിഷ്യൽ പോലെ ആ പന്ന ചെറ്റ സ്വഭാവം എടുത്തു. അനിലിനെ എടുത്തിട്ട് അലക്കി. പക്ഷേ ശൂലം കൊണ്ട് കുണ്ടയിൽ മുട്ടിച്ചപ്പോൾ PC-ക്ക് കാര്യം മനസ്സിലായി. നാറി പെട്ടെന്ന് നല്ലവനായ ഉണ്ണിയായി മാറി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടും പെട്ടിയിലായി കാര്യങ്ങൾക്ക് ഏതാണ്ടൊരു തീരുമാനമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശവത്തിൻ്റെ കിടുങ്ങാമണി നോക്കി കുത്തുവാനായി ഒരു മാധ്യമപ്രവർത്തകൻ സാമാന്യം നീളമുള്ള ഒരു മൈക്കുമായി എത്തി. നൈസായി പണിയെടുക്കുവാനുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അതിനേക്കാളും നൈസായി A1 SKC നെയ്യ് തേച്ച് പിടിപ്പിച്ച് PC കൊടുക്കുന്ന ആ മറുപടി കേൾക്കുക. അനിലിനെ എങ്ങനെയും പെടുത്താനുള്ള പറ്റാവുന്ന സകല ശ്രമങ്ങളും നടത്തിയിട്ടാണ് ആര് ജയിച്ചില്ലെങ്കിലും പത്തനംതിട്ടയിൽ അനിൽ ജയിക്കുമെന്ന് PC ഉറപ്പിച്ചു പറയുന്നത്. അവകാശവാദമാണെങ്കിൽ 20 സീറ്റും BJP ജയിക്കുമെന്ന് വേണം ഞാൻ പറയാൻ. അങ്ങനൊരു മടയത്തരം പറയാൻ ഞാനില്ല. കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ഇടുന്നത് ആവശ്യമുള്ളൂ. ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 3 സീറ്റ് മുതൽ 5 സീറ്റ് വരെ BJP-ക്ക് കിട്ടാം. 3 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും. 3 സീറ്റ് തിരുവനന്തപുരം, പിന്നെ നമ്മുടെ തൃശ്ശൂർ, പത്തനംതിട്ട 3 കിട്ടും. 2 കൂടെ വേണമെങ്കിൽ കിട്ടാം, അതവിടെ നിൽക്കട്ടെ. CPM-ന് 3 സീറ്റ് കിട്ടും ഉറപ്പിച്ച 3 ഒരു തർക്കവും ഇല്ല. അത് CPM രാധാകൃഷ്ണൻ ജയിക്കും. പിന്നെ ടീച്ചർ വേണം ജയിക്കാം. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ നോക്കി ജയിക്കുന്നതിലുണ്ട്. അതായത് ഞാനത് ഏകദേശം മൊത്തം നോക്കിയാലതൊന്നും. അത് LDF ജയിക്കാവുന്ന ഒരു ടീച്ചർ ജയിക്കാം, നമ്മുടെ സംശയമൊന്നും വേണ്ട. പിന്നെ LDFന് ജയിക്കാവുന്ന ഒരു സീറ്റെന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മാവേലിക്കര സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട്. അതായത് അരുൺകുമാർ ജയിക്കും. നമ്മുടെ സീറ്റ് കൊടുക്കുമെന്ന് തോക്കും. എനിക്ക് കിട്ടിയ കണക്കാത ഈ 3 സീറ്റ് LDFന് ജയിക്കാം. 10 സീറ്റിൽ കോൺഗ്രസ് യാതൊരു സംശയമില്ല UDF ജയിക്കും. അത് ഏതാണെന്ന് വേണേൽ പറയാം. നമ്മുടെ കാസർഗോഡ്, പിന്നെ നമ്മുടെ വയനാട് UDF ജയിക്കും. പിന്നെ കോഴിക്കോട് UDF ജയിക്കും. മലപ്പുറം UDF ജയിക്കും. പൊന്നാനി UDF ജയിക്കും. പിന്നെയുള്ള നമ്മുടെ ചാലക്കുടി UDF-ന് സാധ്യത. എറണാകുളം UDF ജയിക്കും. പിന്നെ ഇടുക്കി UDF ജയിക്കാൻ പോവാം. ഈ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് കേട്ടോ. കോട്ടയം UDF ജയിക്കാനാണ് സാധ്യത. പിന്നെ നമ്മുടെ കൊല്ലം അത് ജയിക്കും. ഇങ്ങനെ 10 സീറ്റ്
UDF ഉറപ്പായിട്ട് ജയിക്കും. 3 സീറ്റ് BJP ഉറപ്പായിട്ട് ജയിക്കും, 3 സീറ്റ് LDFും ജയിക്കും. 4 എണ്ണം അത് വോട്ടെണ്ണി പറയാം. അത് പറയുന്ന വെറുതെ ടൈറ്റാണ്. നമ്മുടെ കണ്ണൂർ സുധാകരൻ വേണേൽ ജയിക്കാം, MP ജയരാജൻ വേണേൽ ജയിക്കാം, അതോടെ BJPയുടെ രഘുനാഥ് വേണമെങ്കിൽ ജയിക്കാം. ഞാൻ അവിടെ പോയതാണ് കണ്ണൂരേ. രഘുനാഥന് ഞാൻ പ്രതീക്ഷിക്കാത്ത വോട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അത് പറഞ്ഞു. ഈ പത്തനംതിട്ട ജയിക്കുന്ന പോലെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടൈറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ടൈറ്റായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ പാലക്കാട് നല്ല ഫൈറ്റാണ്. അവിടെ വോട്ട് എണ്ണീട്ടേ പറയാൻ ഞാൻ തയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ നോക്കട്ടെ എല്ലാം നോക്കിയിട്ട് നമ്മുടെ കേട്ട് ആലപ്പുഴ ഈ വേണു ജയിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ലാസ്റ്റ് സമയത്തായപ്പോഴത്തേക്കും നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് അടിച്ചു കയറി. ആ അടിച്ചു കയറ്റം ആര്യവിന് ഗുണം ചെയ്യുമോ അതോ ശോഭയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റായിട്ടാണ് അടുത്തതിനെ ഞാൻ കാണുന്നത്. പിന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് റിസൾട്ട് കാരണം ഇലക്ഷൻ കഴിയാതെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങല. അടൂർ പ്രകാശ് വലിയ കാര്യം സിറ്റിംഗ് MP ആണ്. പക്ഷേ അവിടെ വിലപ്പോയില്ല. ജോയി വളരെ ജനകീയനായ MLA പോയി. അതുപോലെ തന്നെ അതിലും ജനകീയനായിട്ട് നമ്മുടെ മധുരവന്തിയാടി. അതായത് മുരളീധരൻ പഴയ മുരളീധരനല്ല ഇപ്പം സ്ഥാനാർത്ഥി മുരളീധരൻ. അതാണ് അവിടുത്തെ പ്രത്യേകത. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള മുരളീധരനുമായിട്ടും ഫൈറ്റായി. അതാണ് ഞാൻ പറഞ്ഞത് വോട്ട് എണ്ണാതെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അതാണ്. സുരേന്ദ്രൻ നല്ല വോട്ട് പിടിക്കും. പഴയ 3,60,000 ഭൂരിപക്ഷം ഒന്നും രാഹുൽ ഗാന്ധി കിട്ടുകയില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരാഗ്രഹം മാത്രം കിട്ടുകയില്ല. അത് ഒരു 1.5 ലക്ഷം കൊണ്ട് ഭൂരിപക്ഷം ജയിക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവിടുത്തെ പാവപ്പെട്ട ജനമല്ലേ. പക്ഷേ അവർ ചിന്തിച്ചാൽ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ ഞാനാകണമെന്നും ജയിക്കണമെന്നും ആഗ്രഹിച്ചു. അത് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അനിൽ ആൻ്റണിയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ആളുകളെല്ലാം മരച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ MP ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഒരു പരിധിവരെ ബഹുഭൂരിപക്ഷം ആളുകളെയും ആൻ്റണിക്ക് അനുകൂലമായി രംഗത്തിറക്കാനും വോട്ട് ചെയ്യാനും എനിക്ക് കഴിഞ്ഞു. ആ തൻ്റെ ഞാനും എൻ്റെ മകനും ഉറങ്ങിയിട്ടില്ല. ഷോൺ ജോർജ് അത്ര ശുഭാപ്തി ശാസ്ത്രം ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിയത്. എൻ്റെ ഇലക്ഷൻ ഞാൻ ചെയ്തിട്ടില്ലാത്തേക്കാൾ കൂടി ജോലി ചെയ്തത്. എൻ്റെ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടൊക്കെ കൂടെ ജോലിയാണ് ഷോൺ ജോർജ് ചെയ്തത്. ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് അനിലാണ് ജയിക്കുന്നൊരു തോന്നൽ ഞാൻ കൊണ്ടാകുന്നു. കണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് PC പഴയ PC അല്ല, പദം വന്ന PC ആണെന്ന്. അപ്പോൾ PC ആഗ്രഹം പോലെ 2 എണ്ണം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അപ്പോൾ ശരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.